ഗൾഫിലെ പ്രവാസികളിൽ ഇങ്ങനെ നാട്ടിലൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. വാവ്, റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും, രണ്ട് സൈഡായിട്ട്. ഇതിലേറ്റവും എനിക്ക് അത്ഭുതകരമായി തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നമുക്ക് നമ്മുടെ നാടും വീടും റോഡും വഴികളുടെ പോകുമ്പോഴുള്ള കടകളും എല്ലാം HD ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് ഗൂഗിൾ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, എന്നാൽ അങ്ങനെയൊന്ന് വന്നിട്ടുണ്ട്. 360 ഡിഗ്രി HD ക്വാളിറ്റിയിൽ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് പലർക്കും അറിയില്ല എന്നതാണ് സത്യം. ഇതിനെക്കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളും നമുക്കുണ്ട്. നമ്മളെല്ലാവരും ഗൂഗിൾ ലൊക്കേഷൻ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരാണ് അല്ലേ? എന്നാൽ അത്രക്കാർക്കും അല്ലാത്തവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള കിടിലൻ ടിപ്സാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അതിനു മുന്നോടി ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും. ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ആദ്യം ഗൂഗിൾ ലൊക്കേഷൻ ഓപ്പൺ ആക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സ്ക്വയർ പോലുള്ള ചിഹ്നം, അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രീറ്റ് വ്യൂ എന്ന് കാണാം, ഇത് സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്താൽ മാത്രമേ സ്ട്രീറ്റ് വ്യൂ ഓപ്ഷൻ ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗ്രീൻ കളർ പോലെയുള്ള ലൈൻസ് കാണാൻ സാധിക്കും. അതാണ് സ്ട്രീറ്റ് വ്യൂ എനേബിൾ ചെയ്താൽ കാണുക. നോർമലി ലൊക്കേഷനിൽ ബ്ലൂ കളർ ലൈനാണ് ഉണ്ടാവുക. ഇനി ഇവിടെ നമുക്ക് ഏത് നാട്ടിലുള്ള സ്ട്രീറ്റ് വ്യൂ ആണ് കാണേണ്ടത്, ആ ലൊക്കേഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുക്കുന്നത് തലശ്ശേരി ഹോബി റോഡാണ്. ഇനി ഇവിടെയുള്ള ഗ്രീൻ കളറുള്ള ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഫോട്ടോ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇനി നമുക്ക് തലശ്ശേരിയുള്ള ഹോബി റോഡിൻ്റെ ഭാഗത്തുള്ള കടകളും കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും. വാവ്, റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും, രണ്ട് സൈഡായിട്ട്. ഇവിടെ എക്സ്മാൻ എന്നുള്ള ഒരു ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്, MR ബേക്കറി. ഇതുപോലെ ഓരോ കടകളിലും ഓരോ റോഡും ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിങ്ങനെ ഈ എയറോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ഭാഗങ്ങളിൽ ഇങ്ങനെ പോകും. ഇനി നമുക്കൊരു നമ്മുടെ നാടായ മുഖേരി ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇത് കണ്ടേ, പഞ്ചായത്തിൻ്റെ ഓഫീസാണ്. ഇനി നമ്മൾ നേരെ തലശ്ശേരിയോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റേഡിയം കാണാൻ സാധിക്കും. സ്റ്റേഡിയം ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ സൂം ചെയ്ത് നമുക്ക് ഒരു HD ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. വാവ്, ഇനി ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്, സ്റ്റേഡിയം മസ്ജിദ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് സാധാരണ ഉൾഭാഗത്തുള്ള റോഡ്, കച്ച റോഡ്, താറിടാത്ത റോഡ് കാണാം. വാവ്, നമ്മൾ ഗൾഫിലെ പ്രവാസികളിൽ ഇങ്ങനെ നാട്ടിലൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ പഠിച്ച UP സ്കൂളാണ് പാറമൽ UP സ്കൂൾ. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ശരിക്കും ലൈവായി കാണുന്നത് പോലെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ സ്കൂളിൻ്റെ കുട്ടികൾ, അവിടെയുള്ള ഓഫീസ്, ഇങ്ങനെ സഞ്ചരിക്കാം. ഇനി നമുക്കെന്ത് ചെയ്യാം, ഒന്ന് അമേരിക്കയിലോട്ട് പോയാലോ. ഇനി അമേരിക്ക സ്ട്രീറ്റിലെത്തി നമുക്ക് ഏതെല്ലാം സ്ഥലങ്ങളാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത്. ഇപ്പോൾ അമേരിക്ക ആയിക്കോട്ടെ, സ്ട്രീറ്റ് വ്യൂ വെച്ചിട്ട് നമുക്കിങ്ങനെ സഞ്ചരിക്കാം. വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ അമേരിക്കയാണ് കാണിക്കുക. അമേരിക്കൻ്റെ ആ ഉൾഭാഗങ്ങളിലുള്ള സ്ഥലങ്ങൾ നമ്മളിങ്ങനെ സഞ്ചരിക്കാം. എത്ര വേണേൽ നമുക്കിങ്ങനെ സഞ്ചരിക്കാം. ടൈം എടുത്ത് നമുക്കിങ്ങനെ ഈ ഏറോ മാർക്ക് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സഞ്ചരിക്കാം. വല്ലാത്തൊരു അത്ഭുതമല്ലേ. നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളും ഇതുപോലെ നമുക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഇത് അമേരിക്കയുടെ ഉൾഭാഗങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അമേരിക്ക എല്ലാം സിറ്റിയും ബിൽഡിങ്ങുകളും എല്ലാം നിറഞ്ഞതാണെന്ന്. ഒരുപാട് കിലോമീറ്ററുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. ഏറെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പോവാം. അമേരിക്കൻ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. ഇനി രണ്ട് ഭാഗങ്ങളിലെ ബിൽഡിങ്ങുകൾ, വീടുകൾ, അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ഇതുപോലെ നമുക്ക് യാത്രയിലൂടെ കാണാം. ശരിക്കും നമ്മളൊരു യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. ഇതുപോലെ ഓരോ സ്ട്രീറ്റും നമുക്ക് ടേൺ ചെയ്യേണ്ടതെന്ന് ടേൺ ചെയ്യാം. ഈ ഏറോ മാർക്കൊന്ന് ചേഞ്ച് കൊടുത്താൽ മതി. അവിടെയുള്ള ബിൽഡിങ്ങുകൾ, വാവ്, പലർക്കും ഇതിപ്പോൾ അടുത്തിടെയായിട്ട് വന്ന ഒരു അപ്ഡേറ്റാണ്. പക്ഷെ പലർക്കും അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ്. ഇതിലേറ്റവും എനിക്ക് അത്ഭുതകരമായി തോന്നിയിട്ടുള്ള കാര്യം, നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി
അവിടെയുള്ള ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്ത് വന്നുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുന്നു നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ആ കടയിൽ ലഭിക്കും. എന്നാൽ ഏതാണെന്ന് അവർക്കറിയില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഇതുപോലെ ഒന്ന് ഗൂഗിൾ സ്ട്രീറ്റ് ഒന്ന് ഓപ്പൺ ആക്കി ആ ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് ഇതുപോലെ ഓൺലൈനായി ഓരോ കടകളും നമുക്ക് മാറി മാറി നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലുള്ള ഒരുവിധം കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ.